അപ്പോൾ ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടായ ഒരു പാവയ്ക്ക. അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിയതല്ല, നല്ല കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. കടയിൽ നിന്ന് വാങ്ങിയതല്ല. നമ്മൾ ഇത് ഒരു വിധത്തിലുള്ള കീടനാശിനികളും അടിക്കാതെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പം ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് വിള കിട്ടുമെങ്കിലും ഈ കീടനാശിനികളൊന്നും അടിക്കാതെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് പുഴുക്കളും അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഏത് കൃഷി ചെയ്താലും ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ പൊതുവേ എന്ന് പറഞ്ഞാൽ വേപ്പെണ്ണ അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികളാണ് ഞാൻ ഉപയോഗിക്കാറ്. പിന്നെ അതുപോലെ തന്നെ ഫെറമോൺ ഗുളികകളൊക്കെ നമ്മുടെ തോട്ടങ്ങളിൽ അടുക്കളത്തോട്ടത്തിലാണെങ്കിൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു പാവയ്ക്ക കണ്ടോ, ഈ ഒരു പാവയ്ക്കകത്ത് തന്നെ ഇതിനകത്തൊരു കറുത്ത പാട് കാണാം. ഈ ഒരു കറുത്ത പാട് കായ്ച്ച കുത്തിയതാണ്. അപ്പോൾ ഇത് ഒടിച്ച് കളഞ്ഞ് നോക്കിയാൽ കറക്റ്റായിട്ട് ഇതിനകത്ത് പുഴു കയറിയിരിക്കും. നമ്മുടെ വീട്ടിലത്തെ ഭക്ഷണത്തിനൊന്നും നമ്മളിത് ഉപയോഗിക്കത്തില്ല. ഇതങ്ങനെ ഒടിച്ച് കളയുകയാണ് പതിവ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്തെല്ലാം നല്ല പുഴു ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒടിച്ചു വെച്ചേക്കുന്ന എല്ലാ പാവയ്ക്കകത്തും ഈ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ ഒരു 3-4 മൂട് വെക്കുമ്പം ഇതിനകത്ത് നമുക്ക് ഉണ്ടാകുന്നൊരു 10 ഉണ്ടായാൽ 4 കേടായിപ്പോവും, ബാക്കി 6 കിട്ടും. ആ ഒരവസ്ഥയുള്ള കൃഷിക്കകത്ത് ഇത് നമുക്ക് സാധാരണമാണ്. എങ്കിൽ ഞാൻ നിങ്ങളെ ഇത് കാണിക്കാനായിട്ട് എടുത്തൊരു വീഡിയോ ഇത്. അപ്പം ഇതാണ് ഞാൻ ആദ്യം കാണിച്ച പാവയ്ക്ക. അത്യാവശ്യം നല്ല രീതിയിൽ വലുതാവുന്നുണ്ട്. നമ്മൾ വളങ്ങളൊന്നും തന്നെ ഇട്ട് കൊടുക്കാതാണ് നമ്മളിതിനെ വളർത്തിയെടുക്കുന്നത്. ഇപ്പം പിന്നെ എന്തോ ചെയ്യാമെന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ പച്ചക്കറിയുടെ കൂടെ നമ്മളിത് കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കുകയാണ് ഇപ്പോൾ. അപ്പം ഈ ഒരു കൊച്ചു കൃഷി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ. താങ്ക് യു.